അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു പർദ്ദ വെജ് ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ബിരിയാണിയിൽ വെറൈറ്റീസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പി ആയിരിക്കും ഇത്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വെജ് ബിരിയാണി എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കിയാലോ. പിന്നെ ഇതിലേക്കുള്ള പർദ്ദ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾ സാധാരണ ഈസ്റ്റാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഈസ്റ്റും കൂടെ മിക്സ് ചെയ്തിട്ട് പൊങ്ങിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ സാധാരണ റൊട്ടിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു പാകത്തിന്, അല്ലെങ്കിൽ നമ്മുടെ പിസ്സയുടെ ബേസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുഴച്ചെടുക്കുന്ന ആ ഒരു പാകത്തിനാണിത് കുഴച്ചെടുക്കേണ്ടത്. ഒരുപാട് വെള്ളം കൂടി പോരുത്, എന്നാൽ ഒരുപാട് ടൈറ്റായി പോരുത് കേട്ടോ. ആ ഒരു പാകത്തിനാക്കിയിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഞാൻ ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൊങ്ങാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അടച്ചിട്ട് മാറ്റി വെക്കുക. ചൂടുള്ള സമയമായതുകൊണ്ട് 1 മണിക്കൂർ കൊണ്ട് ഇത് മാവ് നന്നായിട്ട് പൊങ്ങി വരും. എല്ലാ തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ അതിനനുസരിച്ചുള്ള ടൈം നിങ്ങൾ കൊടുക്കുക. ഈ സമയം കൊണ്ട് ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ മാത്രമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓയിലിൽ മാത്രമായിട്ട് ചെയ്യാം. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇതിലേക്ക് 2 ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1/2 കിലോ അരിയിലാണ് ഇപ്പോൾ ഈ ചോറ് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 2 ഉള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിത് ഓയിലിന് കോരി മാറ്റാം. നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഓയിലിന് കോരി മാറ്റിയിട്ട് നമ്മൾ ആ ഓയിൽ വേണമെങ്കിൽ കുറച്ച് ഒഴിവാക്കിയിട്ട് നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ തക്കാളി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഈ മസാലയുടെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളിത് മൂപ്പിച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 2 ടീസ്പൂൺ ഗരം മസാല ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗരം മസാലയുടെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എപ്പോഴും മസാലപ്പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് ചെയ്യാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം പുളിപ്പില്ലാത്ത തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. പുളിയുടെ തൈരാണെങ്കിൽ നിങ്ങൾ അളവിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്തുക. തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് വെജിറ്റബിൾസാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഉരുളക്കിഴങ്ങ്, അതുപോലെ ക്യാരറ്റ്, ക്യാപ്സിക്കം ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് കോളിഫ്ലവർ, ഗ്രീൻ പീസ്, ബീൻസ് ഇതൊക്കെ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ക്യാപ്സിക്കാണ്. ഒരു ക്യാപ്സിക്കം കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ കളറും കൂടെ വേണമെങ്കിലും മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില, പുതിനയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവില്ല കേട്ടോ. ഞാനൊരു ഒരു കൈപ്പിടിക്കം കണ്ട് ഇട്ടു എന്നുള്ളൂ. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളിയിൽ നിന്ന് ഒരു പകുതി ഉള്ളി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പകുതി നമുക്ക് ചോറ് ലെയർ ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഉള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ടൊന്ന് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് ഒന്ന് വേവാനുള്ളൂ കേട്ടോ. ക്യാരറ്റും ക്യാപ്സിക്കൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ വെള്ളം ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ടേസ്റ്റ് മൊത്തം പോകും. വെള്ളം ഒഴിക്കാണ്ട് നമ്മൾ ചെറിയ തീയിലിട്ടിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചാൽ മതി.
ഉപ്പൊക്കെ നോക്കുക കേട്ടോ, ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ചോറ് റെഡിയാക്കാം. അതിന് വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ. അതിലേക്ക് ഒരു 2 കഷ്ണം പട്ട, അതുപോലെ ഒരു ബേ ലീഫും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഷാജീരകം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് തിളക്കാനായിട്ട് വെക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, അതുപോലെ 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകി ഒരു 20 മിനിറ്റ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അരമണിക്കൂറിൽ കൂടരുത് കേട്ടോ. അരമണിക്കൂറിൽ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അരി പൊട്ടിപ്പോവും. അപ്പോൾ ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചാൽ മതി. അപ്പോൾ അരിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. അരി നമ്മൾ ചോറ് ഒരുപാട് വേവിച്ചെടുക്കരുത്. ഒരു 3/4 വേവാകുന്ന സമയത്ത് നമുക്കിത് ഊറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഞാനിത് ഊറ്റിയെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു സ്റ്റീൽ ബൗൾ എടുത്തിട്ട് ഞാൻ കുറച്ച് ഓയിലൊന്ന് പുരട്ടി വെക്കുന്നുണ്ട്. ഓയിലോ നെയ്യോ നമുക്ക് സ്പ്രെഡ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കരിഞ്ജീരകം, അതുപോലെ കുറച്ച് വെളുത്ത എള്ളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കരിഞ്ജീരകം ഇല്ലയെന്നുണ്ടെങ്കിൽ കറുത്ത എള്ളായാലും മതി, ഒന്നുമില്ലെങ്കിൽ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി ഇത് നമുക്ക് ഈ ഒരു ബൗൾ മാറ്റിയേക്കാം. ഈ സ്റ്റീൽ ബൗൾ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഗ്ലാസിൻ്റെ ബൗളായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് നമുക്കൊന്ന് കുഴച്ച് ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ കൈ വെച്ചിട്ട് പരത്തിയെടുത്താൽ മതി, ഇല്ലെങ്കിൽ ചപ്പാത്തി കോയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുത്താലും മതി. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് പരത്തിയെടുക്കുക. നമുക്കിത് ആ ഒരു ബൗളിലേക്ക് ഇറക്കി വെക്കാനാണ് കേട്ടോ ഈ മാവ്. അപ്പോൾ അത്രയും ഒരു പാകത്തിന് നമ്മളിതൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ ഓവൻ പ്രൂഫായിട്ടുള്ള ഏത് പാത്രത്തിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇറക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ചുളിവുകളില്ലാത്ത രീതിയിൽ നന്നാക്കിയിട്ട് തന്നെ നമ്മൾ വെച്ച് കൊടുക്കുക. അതിൻ്റെ ബാലൻസ് വരുന്ന ഭാഗമൊക്കെ നമുക്ക് ലാസ്റ്റ് അതിൻ്റെ മുകളിൽ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കനം കുറച്ചിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് നമ്മൾ സാധാരണ ബിരിയാണി ലെയർ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നിരത്തിയതിന് ശേഷം നമുക്ക് മസാല ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട്. ഇപ്പോൾ മസാലയും കൂടെ ആ ഒരു ലെയറായിട്ട് നമ്മളൊന്ന് നിരത്തി വെക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, അതുപോലെ കുറച്ച് മല്ലിയില, പുതിനയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യൊക്കെ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വീണ്ടും നമ്മൾ ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു സെയിം രീതി തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്. ചോറ് മസാല അങ്ങനെ ആ ഒരു ലെയറുകളാക്കിയിട്ട് ചോറ് നമ്മൾ ദം ചെയ്യുന്ന ആ ഒരു പാകത്തിന് തന്നെ ചെയ്തെടുക്കുക. ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നട്ട്സൊക്കെ വേണമെങ്കിൽ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ ഞാൻ 2-3 ലെയറായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി കളർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് തന്നെ എല്ലാ ഭാഗവും ഒന്ന് ഒരേപോലെ ആക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ലെയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ അതിൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. ചോറ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ വേണം നമ്മൾ ഇത് ഫോൾഡ് ചെയ്യാനായിട്ട്. അപ്പം നല്ല രീതിയിൽ തന്നെ പ്രസ് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗവും നല്ല രീതിയിൽ തന്നെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഓയിലോ നെയ്യോ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആ മാവൊന്ന് ഡ്രൈ ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഓയിലായാലും മതി, അല്ലെങ്കിൽ നെയ്യായാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. നമ്മൾ സ്റ്റൗവിലാണ് ചെയ്യുന്നത്. ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലൊരു സ്റ്റാൻഡ് എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ ചോറിൻ്റെ ഈ ഒരു പാത്രം ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു ഹോളും കൂടെ അടക്കുക കേട്ടോ. എന്നിട്ട് ഒരു 20 മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്ക് ഓവനിലും ചെയ്യാം കേട്ടോ. 20 മിനിറ്റിന് ശേഷം ഞാൻ കാണിക്കാം.
20 മിനിറ്റിന് ശേഷം നമുക്കിതുപോലെ കൊട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് മുകൾ ഭാഗം ഒന്ന് മൂപ്പായി പോയിട്ടുണ്ട്. കുറച്ച് തീ കൂടിപ്പോയതാണ് കേട്ടോ, കുറച്ച് സമയം ആയതുകൊണ്ടാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് ഇതുപോലെ ഇത് കട്ട് ചെയ്തിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബിരിയാണിയാണ് കേട്ടോ അത്. ഇതിൻ്റെ കൂടെ നമുക്ക് ഈ റൊട്ടിയും കൂടെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുതേ. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.